പ്രശാന്ത് സാർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ എയർഫോഴ്സ് തൊടുത്തുവിട്ട ഒരു മിസൈൽ ഉണ്ട്. ചൈനീസ് നിർമ്മിത PL-15 ലോങ് റേഞ്ച് മിസൈൽ. ആ മിസൈൽ ചൈന ഒരുപാട് കാലങ്ങൾ എടുത്ത് വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. മാത്രമല്ല, ആ മിസൈൽ ആർക്കും കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അതെങ്ങാനും ഇന്ത്യയിൽ പതിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായേനെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള വലിയ വലിയ യുദ്ധക്കോപ്പുകൾ വീണ്ടും വീണ്ടും ചൈന പാകിസ്ഥാൻ ഇങ്ങനെ നിരുപാധികം കൊടുക്കുമ്പോൾ, അതൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഇന്ത്യ ഇതാ വലിയൊരു ഭയാശങ്കയുടെ മുകളിലല്ലേ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ജീവൻ ഇന്നോ നാളെയോ അപകടത്തിലാകാവുന്ന ഒരു സ്ഥിതിയല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു PL-15 ലോങ് റേഞ്ച് പോലെയുള്ള ഒരു മിസൈൽ വന്ന് വീഴുമ്പോൾ ചൈനയെ ശരിക്കും ഇന്ത്യ ഭയന്ന് പേടിച്ചു വിറച്ചിരിക്കുകയല്ലേ. ഇത് ഇന്ത്യ വീണു ഇന്ത്യ വീണു ഇന്ത്യ ജീവനോടെ പിടിച്ചു. പേടിപ്പിക്കുന്നേ ഉള്ളൂ, ഒന്നുമില്ല എന്നുള്ള രീതിയാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, J-15E എന്നാണ് ആ മിസൈലിന്റെ പേര്. ആ മിസൈൽ ഇന്ത്യയിൽ വീണിട്ടുണ്ട്. നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ കിട്ടി, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇന്ത്യയുടെ കസ്റ്റഡിയിൽ ആ മിസൈൽ ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, ജീവനോടെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ. അതായത് അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലാണ്, എയർ ടു എയർ മിസൈലാണ്. കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. 300-400 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. അടുത്തത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന മിസൈലാണ്. എന്തുവായാലും ഇന്നലെ അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജാമർ സംവിധാനത്തിന്റെ ഗുണം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, പ്രതിരോധ സംവിധാനങ്ങൾ അടിച്ചിടുന്നുണ്ട്, നിർവീര്യമാക്കുന്നുണ്ട്, തിരിച്ചുവിടുന്നുണ്ട്. അപ്പൊ പല രീതിയിലേക്കുള്ളതാണ്. കാരണം നമുക്കിത് അറിയത്തില്ല. അറിയാമെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വ്യക്തത വരുത്തണ്ട എന്ന് ഇന്നും കറക്റ്റ് അതിന്റെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ട്. ഏതായാലും ഈ സാധനം ജീവനോടെ പിടിച്ചു. ചൈന പെട്ടിരിക്കുകയാണ്. പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചൈനയെ നമ്മൾ പറയത്തില്ല, ഉള്ളു കാളുമെന്നൊക്കെ പറയത്തില്ല. കാരണം ഒരു ഡ്രോണ്, മിസൈല് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെടിവെച്ചിടാറുണ്ട്. അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ സംവിധാനം, വെടിവെച്ചിട്ടാലും അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ ടെക്നോളജി ഒന്നും പിന്നെ മനസ്സിലാക്കാൻ പറ്റും, തകർന്നു പോവുകയാണ്. പൊട്ടിപ്പോയാലും തകർന്നു പോവുകയാണ്. പിന്നെ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഡ്രോണുകൾ ആരുടെയാണ് അല്ലെങ്കിൽ മിസൈലുകൾ ആരുടെയാണ് നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുന്നത്, നമ്മൾ വെടിവെച്ചിടുന്നത് ഒക്കെ നമുക്ക് പരിശോധിച്ചിട്ട് ഇന്ന ആളിന്റെ ആണെന്ന് വ്യക്തത വരുത്തി ഇന്ന ആൾക്കാർ ഈ യുദ്ധത്തിനകത്ത് അവരെ സഹായിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടാനേ പറ്റുള്ളൂ. അപ്പം ഈ എയർ ടു എയർ മിസൈൽ, കണ്ടുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഈ മിസൈൽ ഇന്നലെ എന്തായാലും നമ്മുടെ കിട്ടി. ഇത് നമുക്ക് തുറന്ന് പരിശോധിക്കാം. ഇവൻ എന്തുകൊണ്ടാണ് പൊട്ടാഞ്ഞത്? ഇവൻ സ്ഥിരമായിട്ട് പൊട്ടാത്തതാണോ? ഇത് ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി ഇത്തരത്തിൽ രാജ്യത്തുടനീളം കൊടുത്തിട്ട് ആ രാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനം വീണ്ടും ആരംഭിക്കുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ പരിശോധിച്ചെങ്കിൽ ഇന്ത്യക്ക് ബോധ്യപ്പെടും. മാത്രവുമല്ല, ഒരു വലിയ ടെക്നോളജി ആണെന്നല്ലേ പറയും. ഇതിന്റെ സെയിം ആ വേർഷനുള്ള മിസൈലുകളൊക്കെ പറയുന്നത് പോലെ ഫ്രാൻസിന്റെ ആ മിസൈലിന്റെ പേരെന്ന് പറഞ്ഞാല് മെക് എയർ ടു എയർ മിസൈൽ, ഇതിന്റെ അതിനെ വെല്ലുന്ന രീതിയിലാണെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളിത് വികസിപ്പിച്ചിട്ടുണ്ട്, അസ്ട്ര MK2 എന്ന് പറയുന്ന മിസൈലൊക്കെ. അപ്പൊ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലെന്നായി പറഞ്ഞിരിക്കും. അപ്പൊ യുവമാർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജി ഈ പറയുന്ന ഈ ഇന്ത്യയിലേക്ക് തൊടുത്തു വിട്ടപ്പോൾ ആ ടെക്നോളജി വർക്ക് ചെയ്യാഞ്ഞത്, അപ്പം ആ ടെക്നോളജിയെ മറികടക്കുന്ന രീതിയിൽ നമ്മുടെ ജാമർ സംവിധാനമോ നമ്മുടെ ഇലക്ട്രോണിക്സ് പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ S-400 പ്രതിരോധ സംവിധാനമോ പ്രവർത്തിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് മുമ്പിൽ നിർവീര്യമാകുന്നതാണ് ഇതിനകത്തെ ടെക്നോളജി, അല്ലെങ്കിൽ ഇവർ പ്രയോജിച്ചിരിക്കുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ തീർന്നില്ലേ? അപ്പം അത് വ്യക്തത വരുത്താൻ സാധിക്കും. ഇനി ഒരുപക്ഷെ ഇത് തുറന്നു പരിശോധിച്ചാലുള്ള എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതാണ്ട് പുതിയതേതാണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു രാജ്യത്തിന് രഹസ്യമായിട്ട് വളരെ കാലേ കൂട്ടി നീതി പറയുന്ന പോലെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്നോളജി ഈസി ആയിട്ട് മറ്റൊരു രാജ്യത്തിന്റെ കയ്യിലേക്ക് വരികയാണ്. അത് ആ രാജ്യം ഈ മിസൈൽ ഇനി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മിസൈലിന്റെ ടെക്നോളജി വേറെ രാജ്യത്തിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ആ മിസൈൽ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതായത് ഇത്രയും കാലത്തിനകത്ത് കോടാനുകോടി രൂപ മുടക്കി വികസിപ്പിച്ചെടുത്ത ആ മിസൈൽ ഒരുപക്ഷെ അവർക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ആ മിസൈൽ വേണ്ടാന്ന് തീരുമാനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഉപയോഗിക്കുന്ന മിസൈലുകൾ, ഡ്രോണുകൾ,
അല്ലെങ്കിൽ ഈ മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഈ പറയുന്ന ചൈനയുടെ സഹായമാണ്, തുർക്കിയുടെ സഹായമാണ്. ഇനിയും നമുക്ക് യുദ്ധം അങ്ങോട്ട് മൂർച്ഛിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകും എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിരോധമായിരുന്നു. പാകിസ്ഥാൻ യുദ്ധ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെ നമ്മൾക്കറിയാം. ഇന്നലെ തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലയിലേക്കും പാകിസ്ഥാൻ ആക്രമണം നടത്തി. അതെല്ലാം നമ്മൾ വലിയ വിദഗ്ധമായിട്ട് നശിപ്പിച്ചു. അവരുടെ ഏതാണ്ട് 4ഓളം എയർ ബേസുകൾ, ആദ്യം 3ആയിരുന്നു, 4ഓളം എയർ ബേസുകൾ ഈ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. പാകിസ്ഥാൻ ഇപ്പൊ രാവിലെ ആണവ പ്രതിരോധ അല്ലെങ്കിൽ ആണവ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അത് ആണവായുധം ഉപയോഗിക്കണമെങ്കിലും അല്ലെങ്കിൽ ആണവായുധത്തിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിന് വേണ്ടി. കാരണം പാകിസ്ഥാനെ ഈ തിരിച്ചടി തുടങ്ങിയപ്പോൾ 4ഓ 5ഓ ഈ പറയുന്ന ബേസുകളൊക്കെ തകർത്തപ്പോൾ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഇന്ത്യ കടന്നു കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അത് പ്രകോപിച്ചതിന് ശേഷമാണ്. അത് യുദ്ധം വളരെ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ആക്രമണം വലിയ വലിപ്പത്തിലാവാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നവും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന പ്രഹരമെല്ലാം ഇന്ത്യ പ്രതിരോധിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുന്ന പ്രഹരം കൃത്യമായിട്ട് ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പം അവരുടെ ആണവായുധത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ ആണവായുധം ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഇപ്പം അവർ കമ്മിറ്റി വിളിച്ചിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസികൾ, റോയിട്ടർ ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി കമ്മിറ്റി വിളിച്ച് ഒരുപക്ഷെ അത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അവരുടെ കയ്യിലിരിക്കുന്ന ആണവായുധം. നമുക്കിപ്പം കഴിഞ്ഞ ദിവസം വേറെ വാർത്ത വന്നിരുന്നു, നമ്മുടെ കമാൻഡോസ്, ഇസ്രായേലിന്റെ ഇന്ത്യയുടെയും കമാൻഡോസ് ഇതിനെ യുദ്ധം മൂർച്ഛിക്കുന്ന ഒരവസ്ഥ വന്നു. തുടക്കത്തിൽ തന്നെ ഈ ആണവായുധത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വേണ്ട വിധത്തിലല്ലാതെ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി കമാൻഡോസ് അതിനകത്ത് ഇടപെടുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. അതിനകത്ത് കമാൻഡോസ് പാകിസ്ഥാനിൽ ഉണ്ടെന്നുള്ള രീതിയിൽ വരെ വാർത്തകൾ വന്നു. അതിനൊന്നും വ്യക്തതയില്ല, അത് നമുക്കറിയത്തില്ല. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നിവർത്തികെട്ട് ഉപയോഗിക്കാനാണോ അതോ സുരക്ഷിതമായ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്നത് സുരക്ഷിതമായിട്ടാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഉദ്യോഗസ്ഥന്മാരോട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയാണോ എന്ന് അറിയില്ല. ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്. ഈ യുദ്ധത്തിനകത്ത് ഈ തുർക്കിക്കും ചൈനയ്ക്കും പറ്റിയ കുഴപ്പം, ഇപ്പം ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമാണ്, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത സംവിധാനമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു മിസൈൽ, എയർ ടു എയർ മിസൈലും അതിന്റെ രണ്ടാമത്തെ വേർഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അതിന്റെ മൊത്തത്തിൽ ജീവനോടെ പിടിച്ച് നമ്മളിപ്പോ അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഈ കണ്ടുപിടിച്ച ടെക്നോളജിയൊക്കെ എന്താണ് എന്നുള്ള രീതിയിലെ പറ്റി ആ ടെക്നോളജി നമ്മൾ ഇനി എടുക്കും. എന്നിട്ട് ഇവന്റെ ഈ ടെക്നോളജി എന്താ വർക്ക് ചെയ്യാത്ത എന്നുള്ളത്, അത് ഏത് രീതിയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ പ്രവർത്തിച്ചത്, അവന്റെ ഡ്രോബാക്ക് എന്തോ എന്നുള്ളതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കും. അപ്പം ഡ്രോബാക്കുകൾ പൂർണ്ണമായിട്ടും ലോകത്തിന്റെ മുമ്പിൽ വലിച്ചുകീറി വെക്കുന്ന ഒരവസ്ഥ ഇന്ത്യ കാണിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഇപ്പം ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്ന പണി. അതായത് ഈ യുദ്ധം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി, നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വേണ്ട രീതിയിലേക്കുള്ള ഫണ്ട് കൊടുത്ത് ചൈന നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്നുള്ള രീതിയിൽ എന്ത് നെറുകേട് കാണിച്ചിട്ടും ഇസ്ലാമിക രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു രാജ്യം എന്നുള്ള ഒരു തുർക്കി സഹായിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട്, ഇപ്പം യുദ്ധം ഒരു നിമിഷം കൊണ്ട് ഈ പറയുന്ന ചൈനയ്ക്ക് നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ചൈന പറയുന്നത് രണ്ട് രാജ്യങ്ങളിലും പുറത്തു നിന്ന് തൊലിപ്പുറത്തെ ചികിത്സ പോലെ നിർത്തണം എന്നൊക്കെ പറയുമ്പോഴും ഏതാണ്ട് ഈ പാകിസ്ഥാൻ പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തികം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടത്തിപ്പിന്റെ 30% സാമ്പത്തികം കൊടുക്കുന്ന രാജ്യമാണ് ചൈന. ആ ചൈന വിചാരിച്ച യുദ്ധം ഈസി ആയിട്ട് നിർത്താം. ഇത് ഇന്ത്യക്കും ലോകരാജ്യങ്ങൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകുന്നതിന് ഏതർത്ഥത്തിലും പാകിസ്ഥാൻ പരാജയപ്പെടും, ഒരു രീതിയിൽ വിജയിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇന്ത്യയെ പ്രകോപിപ്പിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് നിൽക്കുന്ന രാജ്യം പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അതിന് കൂട്ടായിട്ട് ഇപ്പൊ തുർക്കിയുമുണ്ട്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ വരുമെന്ന് അറിയത്തില്ല. ഇന്ത്യ എന്തുവായാലും മുട്ടുമടക്കി പുറകോട്ട് പോകുന്ന ഒരവസ്ഥയല്ല. ഇന്ത്യ പാകിസ്ഥാനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നും ആദ്യം തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങിയാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനവും ഒക്കെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റി ജനങ്ങളെ അറിയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇതാണ് ഈ ചൈനയ്ക്ക് പറ്റിയിരിക്കുന്ന അമളി അല്ലെങ്കിൽ ചൈനയ്ക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം.
യെസ്, അതാണ്. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും ഇന്ത്യക്ക് സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പഞ്ചാബിലെ ഹോഷിയാർപൂരിലാണ് ചൈനീസ് നിർമ്മിത PL-15 ലോങ് റേഞ്ച് മിസൈൽ, അതായത് എയർ ടു എയർ മിസൈൽ ഇന്ത്യക്ക് പഠിക്കാൻ വേണ്ടി, പഠന വിധേയമാക്കാൻ വേണ്ടി പാകിസ്ഥാൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. പ്രശാന്ത് സാർ പറഞ്ഞ പോലെ ഇന്ത്യ ഇനി ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത്, ഈ മിസൈൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിന്റെ ഒരു ടെക്നോളജി എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഏത് രീതിയിൽ ഒരു മിസൈൽ നിർമ്മിക്കാൻ പാടില്ലെന്നും, ഇത് ഏത് രീതിയിൽ ഇത്തരത്തിലൊരു മിസൈൽ നിർമ്മിച്ചാലും മറ്റൊരു രാജ്യത്തിന്, ശത്രുക്കൾക്കാണെങ്കിൽ പോലും, പാകിസ്ഥാൻ ആണെങ്കിൽ പോലും നൽകാൻ പാടില്ല എന്നും ഇന്ത്യ ലോകത്തോട് പറയുമെന്നും പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.